കൃഷിയിടത്തിലേക്ക് എത്താൻ നല്ലൊരു റോഡില്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് മലപ്പുറം കുറ്റിപ്പുറത്തെ 30ഓളം വരുന്ന കർഷകർ. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ലോഡ് കണക്കിന് നെല്ലും മറ്റും വാഹന സഹായമില്ലാതെ ചുമടുകളാക്കിയാണ് ഓരോരുത്തരും എത്തിക്കുന്നത്. കുറ്റിപ്പുറം പേരശന്നൂർ പുഞ്ചപ്പാടത്തെ നെൽകർഷകരാണ് റോഡില്ലാത്തതിനാൽ ദുരിതത്തിലായത്. കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ പാടശേഖരമാണ് പേശന്നൂർ പുഞ്ചപ്പാടം. പേശന്നൂർ പൈങ്കണ്ണൂർ കേന്ദ്രമായി 300 ഏക്കറിലധികമാണ് പാടശേഖരമുള്ളത്. 30ഓളം കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ട ഗതാഗത സൗകര്യം ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. തൊട്ടടുത്ത പഞ്ചായത്തായ ഇരുമ്പിളിയത്തെ മങ്കേരിയിൽ നിന്ന് വേണം ട്രാക്ടർ അടക്കമുള്ളവ കൃഷിസ്ഥലത്തെത്തിക്കാൻ. കൃഷിയിലെ നഷ്ടം ഒരു വശത്ത് നിൽക്കുമ്പോൾ റോഡില്ലാത്തതിനാൽ കൂലി കൊടുത്ത് അത്രയും ദൂരം വാഹനങ്ങൾ പാടശേഖരത്തിലെത്തിക്കുന്നത് താങ്ങാനാകുന്നതിലും അപ്പുറമാണിവർക്ക്. നടന്നിറങ്ങാൻ പോലും റോഡില്ലാത്ത സ്ഥിതിയാണ് ഈ ഭാഗത്തുള്ള കർഷകർ. ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പാടശേഖരത്തിൽ. പക്ഷേ ഏറ്റവും വലിയ കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും വലിയ പാടശേഖരമാണ് പേരശന്നൂർ പൈങ്കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ളത്. ഈ ഭാഗത്ത് റോഡില്ലാത്ത വിഷമം കാരണം കേരള സർക്കാർ സബ്സിഡി കൊടുത്തിട്ട് ഇവർക്കത് മുതലാവില്ല. അതിൻ്റെ അപ്പുറത്തെ പ്രശ്നമാണ് ഇവിടുന്ന് കൂലി കൊടുത്തിട്ട് ആളുകളെ വെച്ചിട്ട് ഇവിടുന്ന് ഏറ്റിട്ട് കൊണ്ടുപോകണം. അതൊരു പരിഹാരം എന്ന രീതിയിലാണ് നമുക്ക് ആവശ്യം. നെല്ല് കൊയ്യാനും നടാനും വണ്ടി വരുന്നില്ല. ഈ കാണുന്ന കട ഇത് മലയാണ് കാണുന്നത്, റോഡില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഒരു വഴി വേണം, നല്ല വഴി വേണം. അതുകൊണ്ട് ഇപ്പോൾ കണ്ട നെല്ലൊക്കെ കൊയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ്, കൊണ്ടൊരു വഴിയില്ല. ഒരു ചാക്ക് 100 പുറത്താണ് ഇപ്പോൾ നെല്ല് കയറി പോകുന്നത്. കൃഷിയിലേക്ക് ആവശ്യമായവയെല്ലാം ചുമടുകളിലാക്കിയാണ് ഇവർ എത്തിക്കുക. കൃഷി കഴിഞ്ഞുള്ള വൈക്കോൽ കൂനകളും ഇത്തരത്തിൽ തന്നെയാണ് കുന്നായ റോഡിലൂടെ ഇവർ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഒരു ചാക്ക് നെല്ലിന് 100 രൂപ എന്ന കണക്കിനാണ് തൊഴിലാളികളുടെ വേതനം. അതിവർഷം ഇപ്പോൾ വന്നു, ഈ വർഷം പൊതുവിൽ നഷ്ടം. അതുകൂടാതെ ഇപ്പോൾ ഈ നെല്ലും വൈക്കോലും ഇങ്ങനെ കൊണ്ടുപോകും കൂടി ആയാൽ പിന്നെ കൂടുതൽ നഷ്ടത്തിലേക്ക് കലാശിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കൃഷിപ്പണിയിൽ നിന്ന് ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സംവിധാനം സർക്കാരിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് ഇത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യം. റോഡ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ആരും നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നതാണ് പരാതി. നഷ്ടത്തിലായ കൃഷിയും പൊള്ളുന്ന വേനലും വലയ്ക്കുമ്പോൾ ആശ്വാസമായി റോഡെങ്കിലും യാഥാർത്ഥ്യമാക്കി തരണമെന്നാണ് ഇവിടത്തെ കർഷകർ പറയുന്നത്. ന്യൂസ് 18 കുറ്റിപ്പുറം.